ഹായ് എവരിവൺ, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള അതിൽ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യനാണ് നമ്മൾ എടുക്കുന്നത്. ഒലിവ് ബോർഡ് എന്നുള്ള ആ ഒരു ടെസ്റ്റ് സീരീസിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി വാസ് പ്രൊപ്പോസ് ബൈ. ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള ആ ഒരു ഐഡിയ മുമ്പോട്ട് വെച്ച് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മുമ്പോട്ട് വെച്ചത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹം ആ ഒരു ടോപ്പിക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്കിലാണ്. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയുടെ എക്കണോമിയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള പൈസയൊക്കെ ലൂട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രെയിൻ ഓഫ് വെൽത്തിൽ ദാദാഭായ് നവറോജി പറഞ്ഞു വയ്ക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി ഇൻ ഇന്ത്യ കെയിം അപ്പ് ഇൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്ലേസസ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്നത് സൂറത്ത് എന്നുള്ള സ്ഥലത്താണ്. ഗുജറാത്തിലെ സൂറത്തിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി വരുന്നത്. ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് കെയിം ടു കോർട്ട് ഓഫ് ജഹാംഗീർ ഇൻ 1609 ആൻഡ് ആസ്ക് ഫോർ ദ പെർമിഷൻ ടു ഓപ്പൺ അപ്പ് എ ഫാക്ടറി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോർട്ട് തുടങ്ങാൻ വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചെത്തിയത് ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് ആയിരുന്നു. അത് ചോദിച്ചത് ജഹാംഗീറിൻ്റെ കോർട്ടിലാണ്. 1609 ചോദിച്ചത്. അതിന് പെർമിഷൻ കിട്ടുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങിയത് 1613 ജഹാംഗീറാണ് അതിനുള്ള പെർമിഷൻ കൊടുത്തത്, മുഗൾ രാജാവായിരുന്ന ജഹാംഗീർ. തേർഡ് ക്വസ്റ്റ്യൻ. ദ ട്രീറ്റി ഓഫ് പുരന്ദർ വാസ് സൈൻഡ് ഇൻ വിച്ച് ഇയർ. ട്രീറ്റി ഓഫ് പുരന്ദർ ഏത് വർഷമാണ് സൈൻ ചെയ്തത്? 1665 സൈൻ ചെയ്യപ്പെട്ടത്. ആരൊക്കെ തമ്മിലായിരുന്നു? ജയ്സിങ്ങും അതുപോലെ തന്നെ ശിവാജിയുമായിട്ട്. ജയ്സിംഗ് എന്ന ആളും അല്ലെ രാജാവും അതുപോലെ തന്നെ ശിവാജിയുമായിട്ട് 1665 ഈ ട്രീറ്റി ഓഫ് പുരന്ദർ സൈൻ ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ ടു ഹാവ് റൂൾഡ് ഇന്ത്യ. ഇന്ത്യ ഭരിച്ചിരുന്ന അവസാനത്തെ മുഗൾ എംപറർ ആരായിരുന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്ന അവസാനത്തെ മുഗൾ റൂളർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ബ്രിട്ടീഷ് റൂള് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ദിൻ ഇലാഹി വാസ് പ്രൊക്ലൈംഡ് ബൈ ഹൂം എമംഗ് ദ ഫോളോയിങ്. ആരാണ് ദിൻ ഇലാഹി സ്ഥാപിച്ചത്? അക്ബറാണ് ദിൻ ഇലാഹി കൊണ്ടുവന്നത്. ദ ഓട്ടോബയോഗ്രഫി ഓഫ് ബാബർ വാസ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ഹൂം എമംഗ് ദ ഫോളോയിങ്. ബാബറിൻ്റെ ഓട്ടോബയോഗ്രഫി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മാഡം ബെഡ്രിഡ്ജ്. മാഡം ബെഡ്രിഡ്ജ് ആണ് ബാബറിൻ്റെ ഓട്ടോബയോഗ്രഫിയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് പല ഭാഷയിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഒറിജിനലായിട്ട് വരുന്നത് ഒരു തുർക്കി ലാംഗ്വേജിലാണ്. അതിനെ തുസൂക്ക് ഇ ബാബറി എന്നാണ് പറയുന്നത്. അതിനെ പേർഷ്യയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് ബാബർ നാമ എന്നുള്ള പേരിലോട്ടാണ് മാറ്റിയത്. തുർക്കിഷ് ആയിരുന്നപ്പോൾ തുസുക്കി ബാബറി, അതാണ് ഒറിജിനൽ വെർഷൻ. അതിനെ പേർഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ബാബർ നാമ എന്നായി. അത് കൺവേർട്ട് ചെയ്ത വ്യക്തി അബ്ദുൾ റഹീം ഖനേഖാനയാണ്. അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് മാഡം ബെഡ്രിഡ്ജ്. സെവൻത് ക്വസ്റ്റ്യൻ. കവിതാവലി വാസ് ഓതേർഡ് ബൈ ഹൂം അമംഗ് ദ ഫോളോയിങ്. കവിതാവലി എന്നുള്ള പുസ്തകം എഴുതിയതാരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഴുതിയത് തുളസീദാസ് ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ. ചാർമിനാർ ഇൻ ഹൈദരാബാദ് വാസ് ബിൽറ്റ് ബൈ ഹൂം അമംഗ് ദ ഫോളോയിങ്. ചാർമിനാർ സ്ഥാപിച്ചത് ആരെന്നാണ് ചോദിച്ചത്. മുഹമ്മദ് കുലി കുത്തബ് ഷാ. മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ് ചാർമിനാർ സ്ഥാപിക്കുന്നത്. ഹു ഓതേർഡ് ദ ബുക്ക് ഫത്താവ ഐ ജഹാന്ദാരി. ഫത്താവ ഐ ജഹന്ദരി എന്നുള്ള ബുക്ക് എഴുതിയതിൽ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഴുതിയത് ആരാണ്? സിയാവുദ്ദീൻ ബർണിയാണ്. സിയാവുദ്ദീൻ ബർണിയാണ് ഏത് ബുക്ക് എഴുതിയത്? ഫത്താവ ഐ ജഹാന്ദരി. അടുത്ത ക്വസ്റ്റ്യൻ. ഹു വാസ് ദ റൂളർ ഓഫ് ഇന്ത്യ വെൻ തിമൂർ ദ ലൈം ഇൻവേഡഡ് ഇന്ത്യ. ഇന്ത്യയിൽ തിമൂർ അറ്റാക്ക് ചെയ്തപ്പോൾ ആരായിരുന്നു ഇന്ത്യ ഭരിച്ചതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് മുഹമ്മദ് ഷാ തുഗ്ലക്. മുഹമ്മദ് ഷാ തുഗ്ലക് ആയിരുന്നു ആര്? തിമൂർ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്ത സമയത്ത് ഭരിച്ചിരുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് ദ റിയൽ നെയിം ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേര് പ്രിൻസ് ജോന എന്നാണ്. ഹു ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് ദാഗ് ഇൻ ഹിസ് ആർമി ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന സമയത്ത് ദാഗ് എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലാവുദ്ദീൻ ഖിൽജിയാണ് ദാഗ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവരുന്നത്. ഒരു ബ്രാൻഡിങ് ആണത്. ഹു അമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് വാസ് ഗിവൺ ദ ടൈറ്റിൽ ഓഫ് ലാഖ് ബക്ഷ്. ലാഖ് ബക്ഷ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ കിട്ടിയ വ്യക്തി ആരായിരുന്നു? കുത്തബ്ദീൻ ഐബക്ക് ആണ്. എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് ആ ഒരു ലാഖ് ബക്ഷിൻ്റെ മീനിങ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14.
ദ ഫസ്റ്റ് എവർ മുസ്ലിം ഇൻവേഷൻ ഇൻ ഇന്ത്യ ടുക്ക് പ്ലേസ് ഇൻ ദ ഇയർ 1712. ആദ്യത്തെ മുസ്ലിം ഇൻവേഷൻ ഇന്ത്യയിൽ നടക്കുന്നത് ഏത് വർഷമാണ്? 1712. അത് വന്നത് മുഹമ്മദ് ബിൻ ഖാസിമാണ്. ഹു അതർഡ് ദ ബുക്ക് കവിരാജമാർഗ എഴുതിയതാരാണ്? അമോഘവർഷയാണ്. കവിരാജമാർഗ എഴുതിയത് അമോഘവർഷ. ദ ബാറ്റിൽ ഓഫ് ചന്ദേവാർ ടുക്ക് പ്ലേസ് ഇൻ വിച്ച് ഇയർ? ബാറ്റിൽ ഓഫ് ചന്ദേവാർ നടന്ന ഏത് വർഷമാണ്? 1194 ആണ്. 1194 ബാറ്റിൽ ഓഫ് ചന്ദേവാർ നടന്നത് മുഹമ്മദ് ഘോരിയും ജയ് ചന്ദ് ഗദ്വാലും തമ്മിലാണ്. ജയ്ചന്ദും മുഹമ്മദ് ഘോരിയും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചന്ദേവാർ എന്ന് പറയുന്നത്. പ്രയാഗ് പ്രശസ്തി വാസ് കമ്പോസ് ബൈ ഹൂം എമംഗ് ദ ഫോളോയിങ്? ഇതിൽ ആരാണ് പ്രയാഗ പ്രശസ്തി കമ്പോസ് ചെയ്യുന്നത് ചോദിക്കുന്നത്? ആൻസർ വരുന്നത് ഹരിസേനയാണ് ഇത് കമ്പോസ് ചെയ്തത് പ്രയാഗ പ്രശസ്തി. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ബൈബിൾ ഓഫ് തമിഴ്നാട്? തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് മണ്ണിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഇതിലേതാണ്? കുറൽ. തിരുക്കുറൽ എന്നൊക്കെ പറയും. അത് എഴുതിയത് തിരുവള്ളൂരാണ്. വി നോ about the Shunga dynasty which started after the fall of Mauryas. The capital of Shunga dynasty was in where among the following places? മൗര്യ വംശത്തിൻ്റെ വീഴ്ചയോട് വന്നൊരു ഡൈനാസ്റ്റിയാണ് ശുംഗ ഡൈനാസ്റ്റി. ശുംഗ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിഡിഷ ആണ് ശുംഗ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ. ദ അശോകൻ എഡിക്ട്സ് വെയർ ഡെസിഫേർഡ് ബൈ ഹൂം among the following? അശോകൻ എഡിക്ട്സ്, അശോകൻ്റെ കൊത്തിവെച്ച കാര്യങ്ങളൊക്കെ, അശോക രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് കൊത്തിവെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഡെസിഫർ ചെയ്തെടുത്ത വ്യക്തി ആരാണ്? ജെയിംസ് പ്രിൻസിപ്പാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ഡിസ്ക്രൈബ്സ് ചന്ദ്രഗുപ്ത വിക്ടറി ഓവർ ദ നന്ദാസ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ചാണക്യ? ചന്ദ്രഗുപ്ത മൗര്യ അല്ലെങ്കിൽ ചന്ദ്രഗുപ്തയുടെ വിജയം ആരോടെ? ചാണക്യൻ്റെ സഹായത്തോടെ ചന്ദ്രഗുപ്തൻ വിജയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചരിത്രം ഏത് ടെക്സ്റ്റിലാണ് എഴുതപ്പെടുന്നത്? മുദ്ര രാക്ഷസയിലാണ് ചന്ദ്രഗുപ്തൻ ചാണക്യത്തിൻ്റെ സഹായത്തിലൂടെ പവറിലോട്ട് കയറുന്നത് അല്ലെങ്കിൽ രാജാവായിട്ട് വരുന്ന കഥയൊക്കെ പറയുന്നത്. മുദ്ര രാക്ഷസയിൽ. 22nd ക്വസ്റ്റ്യൻ. നളന്ദ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹൂം among the following rulers? താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കുമാരഗുപ്ത 1 ആണ് നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് ഹെൽഡ് ഇൻ ദ ഇയർ? ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഏത് വർഷമാണ് നടപ്പിലാക്കുന്നത്? 483 BC ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടപ്പിലാക്കുന്നത്. എവറി ഗ്രേറ്റ് ഈവൻറ്റ് ഇൻ ഗൗതമ ബുദ്ധാസ് ലൈഫ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ പർട്ടിക്കുലർ സിംബൽ. വിച്ച് among the following represent his മഹാബിനിഷ്ക്രമണ അല്ലെങ്കിൽ റെനൗൺസിയേഷൻ? ഇതിലേതാണ് ഗൗതമ ബുദ്ധൻ്റെ ഈ മഹാബിനിഷ്ക്രമണ എന്നുള്ള പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ? ഹോഴ്സാണ്. ഇപ്പോൾ ഗൗതമ ബുദ്ധയുടെ ലൈഫിന് പല സ്റ്റേജസ് ഉണ്ട്. ആ പല സ്റ്റേജസിനെയും പല സിംപ്ലൈസ് ചെയ്യുന്നുണ്ട്. പറയുന്നത് ലോട്ടസ്, ബുൾ, ഹോഴ്സ്, ബോധി ട്രീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നോക്കാം, അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ദർ ആർ ബേസിക്കലി 5 ഗ്രേറ്റ് ഈവൻറ്റ്സ് ഇൻ ദ ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ. 5 പാർട്ടായിട്ടാണ് ഗൗതമ ബുദ്ധയുടെ ജീവിതത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹിസ് ബർത്ത് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോട്ടസ് ആൻഡ് ബുൾ. അദ്ദേഹത്തിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നത് ലോട്ടസും ഒരു ബുൾ കാളയെഴുതി വെച്ചിട്ടാണ്. ഹിസ് റിനൗൺസിയേഷൻ ഓഫ് വേൾഡ്ലി അഫയേഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഹോഴ്സ്. ജീവിതത്തിലുള്ള എല്ലാ ലൗകികമായിട്ടുള്ള സുഖങ്ങളൊക്കെ വിട്ട് അദ്ദേഹം കൊട്ടാരത്തിൽ ഇറങ്ങുന്നൊരു സീനുണ്ടല്ലോ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതാണ്? ഹോഴ്സ് വെച്ചിട്ടാണ്. ഹിസ് എൻലൈറ്റ്മെൻറ്റ് ബൈ ബോധി ട്രീ. അദ്ദേഹത്തിന് ബോധോദയം കിട്ടുന്നതിനെ ബോധി ട്രീ വെച്ചും. ആൻഡ് ഹിസ് സെർമൺ ബൈ വീൽ. അദ്ദേഹം ആദ്യം നടത്തിയ പ്രസംഗം, അതിനെ ഒന്നും സെർമൺ എന്ന് പറയുന്നത് ഒരു വീലായിട്ടും അദ്ദേഹത്തിൻ്റെ മരണത്തിനെ മഹാപരിനിർവാണയെ ബൈ സ്തൂപം വെച്ചുമാണ് എന്ത് പറയുന്നത് സൂചിപ്പിക്കുന്നത്. 25th ക്വസ്റ്റ്യൻ. ഹൂ among the following ancient Indian kings was known as Senya because he was the first Indian king to possess a standing army? ആരെയാണ് സെന്യ എന്നറിയപ്പെടുന്നത്? കാരണം അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിങ് ആർമി അല്ലെങ്കിൽ അന്ന് വരെ ഇല്ലാത്തൊരു മിലിറ്ററി ബേസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആരായിരുന്നത്? ബിംബിസാരയാണ് സന്യ അല്ലെങ്കിൽ സേനിയ എന്നൊക്കെ അറിയപ്പെടുന്നത്. 26th ക്വസ്റ്റ്യൻ. ഹൂ among the following is considered as the founder of യോഗ ദർശന, ആൻ ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി? ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു യോഗ ദർശന എന്ന് പറയുന്നത് യോഗയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം ആരായിരിക്കും ആൾ? പതാഞ്ജലിയാണ്. അല്ലെങ്കിൽ പതഞ്ജലി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ യോഗ ദർശനയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. 27th ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓൾഡസ്റ്റ് ഓഫ് ദ പുരാണിക് ടെക്സ്റ്റ്. പുരാണിക് ടെക്സ്റ്റിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഇതിൽ ഏത് പുരാണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മത്സ്യ പുരാണയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്. 28th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഓൾഡസ്റ്റ് ഓഫ് ദ 4 വേദസ്. 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഇതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഋഗ്വേദയാണ് ഓൾഡസ്റ്റ്. 29th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ്സ് ദ റിമൈൻസ് ഓഫ് എ ഡോക്യാർഡ് ഹാസ് ബീൻ ഡിസ്കവേർഡ്. ഒരു ഡോക്യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ട ഇൻഡസ് വാലി സൈറ്റ്സ് അല്ലെങ്കിൽ ഹാരപ്പൻ സൈറ്റ് ഏതെന്നാണ് ചോദിച്ചത്. ലോത്തലാണ്. ഗുജറാത്തിലെ ലോത്തലാണ് അന്നത്തെ ഡോക്യാർഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ നടന്നിരുന്ന കാലഘട്ടമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏത് കാലഘട്ടത്തെയാണ്? 2500 മുതൽ 1750 BC വരെ. 2500 മുതൽ 1750 വരെ ആയിരുന്നു ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ബലൂചിസ്ഥാൻ, സിന്ധ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, വെസ്റ്റേൺ UP, നോർത്തേൺ മഹാരാഷ്ട്ര എന്നീ സ്ഥലങ്ങളൊക്കെ ആയിട്ടാണ് നിന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.